നമ്മക്ക് ഹബീബിനെ കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ ഹബീബിനെ കൊതിച്ചിട്ടില്ല, നമ്മൾ ഹബീബിനെ മുതലാക്കി. പക്ഷെ അവര് ഹബീബിനെ മുതലാക്കിയില്ല, അവര് ഹബീബിനെ കൊതിച്ചു. മൂപ്പര് ദീനി കൂടിയ സമയത്ത് മമ്പറത്ത് പാപ്പാന്റെ ഹദറത്തിന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ചോട്ട് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലെപ്പോഴുണ്ട്. എന്റെ സങ്കടം എന്താണെന്ന് അറിയാം മോനെ, ഇക്കത്ര സുജൂദ് നഷ്ടായി. നമ്മളെ അവസ്ഥ എന്താ? ഇത് കഴുകാതെ മദീനത്തേക്ക് തന്നെ എവിടെ പോയിട്ട് കാര്യ? ഇത് കഴുകിയാൽ എവിടെ പോണ്ട. ഇവിടെ നമ്മുടെ മദീനയാണ്, ഇവിടെ മദീനയാണ്, ഇവിടെ രേഖസഭയാണ്. ഈ ബസ്സിൽ ഇങ്ങനെ പല കോടി പ്രകാശങ്ങളുടെ നിഖായിനെയും ആനന്ദിച്ചു കൊണ്ടിങ്ങനെ കറങ്ങിത്തിരിയുന്ന മലായിക്കത്തുകളെ കൊണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതാരെ പറയുന്ന സദസ്സാണ്? ലോകത്തിന്റെ രാജകുമാരനെ പറയുന്ന സദസ്സാണ്. രാജകുമാരനെ പറയുമ്പോ രാജാവ് അങ്ങ് വിശാലാക്കി കൊടുക്കും. മുത്തു മുഹമ്മദ് മുസ്തഫ ഹബീബിനോട് പറയും, ഹബീബേ, കുറച്ച് ഒന്നിനും കൊള്ളാത്തവര്, പാപികളായ കുറച്ച് ആൾക്കാർ ഇങ്ങൾ നടന്ന മക്കയുടെ മണ്ണിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, ഇങ്ങളെ കുറിച്ച് മധു പറയുന്നുണ്ടെന്ന് പറയുമ്പോ ഹബീബിനെ മദീനത്തേക്ക് കാണിച്ചു കൊടുക്കുന്ന കുറിച്ച് അള്ളാഹു തലപ്പെടുത്തട്ടെ. ഹബീബ് അത് കണ്ട് സന്തോഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മദീനയിൽ എത്ര സമയത്ത് മദീനയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും ഹബീബ് പറയണം, മർഹബൻ മർഹബൻ മർഹബ, എന്റെ കുട്ടികൾ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഹബീബ് നമ്മൾ സ്വീകരിക്കണം. നമുക്ക് അതും മതി. മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മൾ താനൂർക്കാരാവും, നമ്മൾ പരപ്പനങ്ങാടിക്കാരാവും, പുത്തനത്താണിക്കാരാവും, ലക്ഷദ്വീപുകാരാവും, എവിടത്താനായാലും വേണ്ടിയില്ല. നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ മദീനയാവണം. നമ്മൾ പള്ളിക്കാട് ഖബർ എവിടെയാവട്ടെ, മഞ്ചേരി ഏത് പള്ളിക്കാട്ടിലായാൻ പറ്റില്ല, നമ്മളെ ഖബർ മദീനയുടെ ഖബറാവണം. മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസ്താദ് ഉണ്ടാകുമ്പോൾ വലിയവായി പറഞ്ഞു അയച്ചിട്ടാ, പിതാന്ന് കീരെ പറഞ്ഞ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് പറഞ്ഞാണ്, നിങ്ങൾക്ക് അറിയാത്ത ഇങ്ങോട്ട് പറയണല്ല, ഇതെല്ലാവരും കരുടേൽമ. പക്ഷെ പ്രേമത്തിന്റെ രസമാണ് എത്തിയാല് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കേറി കേറി വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പറയണം, പറഞ്ഞു പോണം. അങ്ങനെ ശബ്ദം അടഞ്ഞോട്ടെ, അങ്ങനെ ഉറക്ക് പെരിക്കോട്ടെ. അതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ. മോളെ കല്യാണത്തിന് ഉറക്ക് വെച്ചിട്ടുണ്ട്, പിറ്റേ ദിവസം വന്നിട്ടും വീടിന് ഉറക്ക് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഫായ്ദ ഉണ്ടായിട്ടില്ല. പാപ്പ മരിച്ചോണ്ട് ഉറക്ക് വെച്ചിട്ടുള്ളൂ, വലിയ ഫായ്ദ ഉണ്ടായിട്ടില്ല. ഹബീബിനോട് ഒരു ദിവസം ഉറക്ക് വെച്ചാൽ നല്ല ഫായ്ദ ഉണ്ടാവും. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. നമ്മക്ക് ഹബീബിനെ കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ ഹബീബിനെ കൊതിച്ചിട്ടില്ല, നമ്മൾ ഹബീബിനെ മുതലാക്കി. പക്ഷെ അവര് ഹബീബിനെ മുതലാക്കിയില്ല, അവര് ഹബീബിനെ കൊതിച്ചു. മൂപ്പര് ദീനി കൂടിയ സമയത്ത് മമ്പറത്ത് പാപ്പാന്റെ ഹദറത്തിന് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ചോട്ട് പറഞ്ഞൊരു കാര്യം എന്റെ മനസ്സിലെപ്പോഴുണ്ട്. എന്റെ സങ്കടം എന്താണെന്ന് അറിയാം മോനെ, ഇക്കത്ര സുജൂദ് നഷ്ടായി. മുത്തു മുഹമ്മദ് മുസ്തഫ. നമ്മളെ അവസ്ഥ എന്താ? ഇത് കഴുകാതെ മദീനത്തേക്ക് തന്നെ എവിടെ പോയിട്ട് കാര്യ? ഇത് കഴുകിയാൽ എവിടെ പോണ്ട. ഇവിടെ നമ്മുടെ മദീനയാണ്, ഇവിടെ മദീനയാണ്, ഇവിടെ രേഖസഭയാണ്. ഈ ബസ്സിൽ ഇങ്ങനെ പല കോടി